അങ്ങനെ റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇജക്റ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ശരിക്കുമുള്ള തെറ്റ് ആരുടെ ഭാഗത്താണ്? അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയം എന്താണെന്ന് മുഴുവൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ബിഗ് ബോസിൻ്റെ മറ്റൊരു റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ എപ്പിസോഡിന് എന്താണ് ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് എവിടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മൺഡേ മോർണിംഗ് ആണല്ലോ. അപ്പോൾ എല്ലാവരും മടി പിടിച്ച് ഓരോരോ മൂലയിലിരിക്കുകയാണ്. കിച്ചണിൽ ഭക്ഷണം ഒന്നും തയ്യാറാവുന്നില്ല. ഇതേസമയം അപ്സര ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട്, ആരാണ് കിച്ചൺ ടീം, നിങ്ങൾ എന്താ ഭക്ഷണം ഉണ്ടാക്കാത്തത് എന്നും പറഞ്ഞ അപ്സര ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് കിച്ചണിൽ ഇങ്ങനെ പോയിട്ട് ഇപ്പോഴത്തെ ക്യാപ്റ്റനായ സിജോയോട് സംസാരിക്കുന്നുണ്ട്. അതായത് സിജോ, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം, ശരി ആ പുലാവ് ഉണ്ട്, പുലാവ് കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനം സിജോയും അപ്സരയും തീരുമാനിക്കുന്നുണ്ട്, അതായത് പുലാവ് ചൂടാക്കി വെക്കാം, അതേസമയം തന്നെ ചോറും ഉണ്ടാക്കാം, ഒരു കറിയും ഉണ്ടാക്കാം, ബാക്കി ഇന്നലത്തെ കറികളൊക്കെ ചൂടാക്കി കൊടുക്കാം, ആവശ്യമുള്ളവർ പുലാവരും ബാക്കി ഇല്ലാത്തത് ചോറും കഴിക്കട്ടെ എന്നൊരു തീരുമാനത്തിലെത്താണ്. അങ്ങനെ അവരത് ഉണ്ടാക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഇതൊന്നും അറിയാതെ വന്ന റോക്കി ഇതുപോലെ പുലാവ് ചൂടാക്കുന്ന അപ്സരയാണ് കണ്ടത്. അത് റോക്കിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. രാവിലെ തന്നെ റോക്കി ഇന്നലെ ചൂടാക്കിയ ചപ്പാത്തിയും കറിയായിരുന്നു കഴിച്ചിരുന്നത്. അത് തന്നെ റോക്കിക്ക് ദഹിച്ചിട്ടില്ല. അപ്പോൾ റോക്കി അപ്സരയായിട്ട് ചൂടാവുന്നുണ്ട്, നിങ്ങൾ എന്തുവാ ഈ കാണിക്കുന്നത്, ഈ ചൂടാക്കുന്ന ഭക്ഷണമാണോ എനിക്ക് തരുന്നത്, എനിക്കിത് കഴിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തുവാ ഞങ്ങളെയൊക്കെ കൊലയ്ക്ക് കൊടുക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്, ഇങ്ങനെ പഴകിയ ഭക്ഷണം ഞങ്ങൾക്ക് എന്തിനാ ചൂടാക്കി തരുന്നത് എന്നൊക്കെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അപ്സര പറയുന്നുണ്ട്, നീ വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കല്ലേ റോക്കി, നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതിയെന്ന് പറയാണ്. അപ്പോൾ ഇതുപോലെ റോക്കി പറയുന്നുണ്ട്, എനിക്കങ്ങനെ വിശന്ന് കിടക്കാനൊന്നും പറ്റത്തില്ല, നല്ല ഫുഡ് തരേണ്ടത് നിങ്ങളുടെ മര്യാദയാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്സരേനെ ഒരുപാട് ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രിഗർ ആവുന്ന അപ്സര ഇങ്ങനെ റോക്കിനെയും തിരിച്ച് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്ക് അസൂയ ോടാ എന്നോട്, നീ ഇപ്പൊ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ അടുത്ത് കളിക്കാൻ വന്നിരിക്കുന്നത്, എനിക്ക് നാണം ഉണ്ടോടാ, നിനക്ക് എന്നോട് അസൂയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെയും ഭയങ്കരമായിട്ട് റോക്കിനെ പ്രൊവോക്ക് ചെയ്യണം. റോക്കി എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഓവർ റിയാക്ട് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ ശരിയാണ്, ഇപ്പോൾ ഒരു 10-11 മണിയാകുമ്പോഴും ഈ ഹൗസ് മേറ്റ്സ് ആരും ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. പക്ഷേ റോക്കിക്ക് ആ ഒരു സമയത്ത് അത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കണ്ടായിരുന്നു. അതേസമയം എല്ലാവരും പറയുന്നുണ്ട്, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്, ചോറും കറിയും ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ആ ഒരു സംസാര വിഷയം റോക്കി അവിടെ അവസാനിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. ഇതേ സമയം ഈ ട്രിഗറായ അപ്സര റോക്കിനെ പട്ടി എന്നൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ പട്ടി എന്ന് വിളിക്കുന്ന സമയത്ത് ഇതുപോലെ റോക്കി ചോദിക്കുന്നത്, നീ നിന്റെ ഭർത്താവിനെ എങ്ങനെയാണോ വിളിക്കുന്നതെന്ന്. അപ്പോൾ അപ്സര വീണ്ടും ചോദിക്കുന്നത്, നീ നിന്റെ ഭാര്യനെ എങ്ങനെയാണോടാ വീട്ടിൽ വിളിക്കുന്നതെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും തർക്കം മൂർച്ചമായിട്ട് വരുന്ന സമയത്ത് അപ്സരയാണെങ്കിൽ റോക്കിനെ റാസ്കൽ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റാസ്കൽ എന്ന് വിളിക്കുന്ന ഒരു കാര്യം റോക്കിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. റോക്കി അതൊരു വലിയ പ്രശ്നമാക്കുകയാണ്. അങ്ങനെ പ്രശ്നമാക്കി നേരത്തെ പവർ ടീമിനോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ആ ഒരു വിഷയം അങ്ങോട്ട് കണക്കിലെടുക്കുന്നില്ല. റോക്കിക്കാണെങ്കിൽ ദേഷ്യത്തിൻ്റെ അങ്ങേ അറ്റമായിട്ടിരിക്കുവാണ്. ഈ ഒരു വിഷയത്തിൽ ആരുടെ ഭാഗത്താ തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് വെച്ചാൽ അപ്സരയ്ക്ക് ഒരു കാരണവശാലും റോക്കിനെ റാസ്കൽ എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതേസമയം അപ്സരയുടെ ന്യായം എന്താണെന്ന് വെച്ചാൽ റോക്കി ആണെന്നുണ്ടെങ്കിൽ അവളുടെ കുടുംബത്തിനെ പറഞ്ഞു എന്നാണ്. കുടുംബത്തിൽ, അതായത് മരപ്പട്ടിന്ന് വിളിച്ചപ്പോൾ നീ നിന്റെ ഭർത്താവിനെ ഇങ്ങനെ വിളിക്കുമോ എന്ന് ചോദിക്കുന്നതേ ഉള്ളൂ. അതല്ലാണ്ട് കുടുംബത്തിനെ മോശമായിട്ടൊന്നും പറഞ്ഞെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. എന്നാലും റോക്കി ആ ഒരു വിഷയത്തിൽ ഓവർ റിയാക്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ ഒരു വിഷയം വഷളാവുകയാണ്. പുതിയൊരു ക്യാപ്റ്റൻ അവരുടെ പവറും അതുപോലെ പവർ ടീമും എല്ലാവരും അവരുടെ അധികാരം വീണ്ടെടുക്കുകയാണ്. അപ്പോൾ ഇതേ സമയം ജിൻഡു ആണെങ്കിൽ ഇപ്പോഴത്തെ പവർ ടീമാണ്. അപ്പോൾ അവരുടെ ഓരോരോ പുതിയ നിയമങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു നിയമത്തിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ലോസ് ആണ് അവർ ഹൗസ് മേറ്റ്സിൻ്റെ മേളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട്, വരാനിരുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പവർ ടീം ആയിരിക്കും ഇതെന്ന് പ്രതീക്ഷിക്കുന്നു, നിങ്ങളുടെ നിയമങ്ങൾ കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ റോക്കി പറയുന്നുണ്ട്, ഇതുപോലെ എന്നെ അപ്സരയാണെങ്കിൽ ഇതുപോലെ റാസ്കൽ എന്ന് വിളിച്ചു, അപ്പോൾ അതിനൊരു ശിക്ഷ അപ്സരയ്ക്ക് കൊടുക്കണം എന്ന് പറയാണ്. ഇതേ സമയം നമ്മുടെ സിജു ആണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഓരോ ഇതിലേക്ക് തിരിക്കുകയാണ്. അതായത് ഓരോ ടീമുണ്ടല്ലോ, കിച്ചൺ ടീം, ക്ലീനിങ് ടീം, അങ്ങനെ. അപ്പോൾ തിരിക്കുന്ന സമയത്ത് രാവിലെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞ് റോക്കി അപ്സരയായിട്ട് വലിയ വിഷയം ഉണ്ടായി. ഞങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് ഫുഡ് കിട്ടുന്നില്ല, കിച്ചൺ ടീമിനെ പിന്നെ എന്തിനാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് റോക്കി ദേഷ്യപ്പെടുന്നത് സിജോ കേട്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ സിജോയുടെ ആദ്യത്തെ കണ്ണിങ് മൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കിനെ പിടിച്ച് കിച്ചൺ ടീമിലിട്ടു. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല, പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് ഭയങ്കര
കണ്ണിങ് ആയിട്ടുള്ളൊരു മൂവായിരുന്നു. കാര്യം ഈ ഒരു വിഷയമാണ് റോക്കിനെ ഫുൾ ഇടിച്ചു കുലിക്കുന്നത്. ഒന്നാമത് റോക്കിയുടെ ടീമിലുള്ള ആർക്കും നല്ല രീതിയിൽ കുക്കിംഗ് അറിയില്ല. മാത്രമല്ല ഇങ്ങനൊരു കുക്കിങ്ങിലേക്ക് അതും ക്യാപ്റ്റനായിട്ട് റോക്കിയെ സെലക്ട് ചെയ്തത് സിജോ ഇതുപോലെ റോക്കിക്ക് നല്ലൊരു പണി കൊടുത്തത് തന്നെയാണെന്ന് വ്യക്തമാണ്. പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ആ ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുന്നത്. അതായത് കിച്ചൺ ക്യാപ്റ്റൻസി എന്നുള്ള വലിയ ഉത്തരവാദിത്തം റോക്കിയുടെ തലയിൽ ഇട്ട് കൊടുത്തത്. ആ ഒരു റെസ്പോൺസിബിലിറ്റി അവൻ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് നോക്കാൻ. അപ്പോൾ റോക്കിക്കാണെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ കയ്യിൽ നിന്ന് പോയി റോക്കി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്സര എന്നെ റാസ്കൽ എന്ന് വിളിച്ചു, അതിനുള്ള ശിക്ഷ കൊടുക്കണം എന്ന് പറയാണ്. അങ്ങനെ പവർ ടീം അപ്സരയ്ക്ക് കൊടുക്കാനുള്ള ശിക്ഷയൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് അവസാനം ഇവർ തീരുമാനിക്കുകയാണ്. അതായത് പരസ്പരം റോക്കിയാണെന്നുണ്ടെങ്കിൽ അപ്സരയുടെ വീട്ടുകാരെ പറഞ്ഞല്ലോ എന്നാണ് അപ്സര പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. പേരോടും പരസ്പരം ക്ഷമ പറയണമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയാണ്. അപ്പോൾ ആദ്യം ഈ ഒരു ക്ഷമ പറയണം എന്നുള്ളൊരു തീരുമാനം റോക്കി അംഗീകരിക്കുന്നില്ല. റോക്കി പറയുന്നത് റോക്കി ആ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലോ കിച്ചൺ ഡ്യൂട്ടി ചെയ്യണമെങ്കിലോ കടുത്ത ഒരു ശിക്ഷ അപ്സരയ്ക്ക് കൊടുക്കണമെന്നാണ്. അങ്ങനെ ആ ഒരു പ്രശ്നം വഷളാവുന്ന സമയത്ത് അപ്സരയുടെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അതായത് ഓൾറെഡി ഭക്ഷണത്തിൻ്റെ കാര്യം സിജോ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അത് റോക്കി അറിയാത്തതാണ്. അങ്ങനെ സംസാരിച്ച സമയത്ത് വല്ലയിടത്തും പോയി നിന്നിട്ട് അത് കേൾക്കാതെ പിന്നീട് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചോദ്യം ചിഹ്നത്തിൽ സിജോ ആണെങ്കിൽ പതുക്കെ അപ്സരയുടെ സൈഡ് പിടിച്ച് അതായത് റോക്കിയെ കുറ്റപ്പെടുത്തുകയാണ്. അതായത് റോക്കി ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കേട്ടിട്ടില്ല, ഇത് കേൾക്കാതെയാണ്, അതായത് ഓൾറെഡി അവരാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, പുതിയ ഭക്ഷണം ചോറുണ്ടാക്കി കൊടുക്കും എന്നുള്ളത് തീരുമാനിച്ചതാണ്. പക്ഷെ അതൊന്നും അറിയാതെയാണ് റോക്കി ഈ ഒരു വിഷയം എടുത്ത് ഇത്ര വലിയ കാര്യമാക്കിയത് എന്നൊക്കെ ഇങ്ങനെ സിജോ പറയുന്നുണ്ട്. അങ്ങനെ സിജോ പറയുന്നതും ഇവർ തമ്മിലുള്ള ആ ഒരു ഓൾറെഡി എന്താ പറയുക, ആ ഒരു സമരത്തിൻ്റെ ക്രെഡിറ്റ് സിജോ എടുത്തെന്ന് പറഞ്ഞിട്ട് റോക്കി ആകെ കലിപ്പിലാണത്. റോക്കി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിജോ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യത്തിന് പോയിട്ട് അവൻ സ്വയം ക്രെഡിറ്റ് വാങ്ങിയെടുക്കും എന്നുള്ളൊരു ഇത് അപവാദമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇതുപോലെ റോക്കി സിജോയ്ക്കെതിരെ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സിജോ ആണെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ വാക്കുതർക്കങ്ങളും ഉണ്ടാവുകയാണ്. നീ ആരാടാ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ജിൻഡോയും അതുപോലെ റസ്മിനും ഇടപെട്ട് ഇവർ തമ്മിൽ ഇതാക്കുന്നുണ്ട്. ഇതേ സമയം അപ്സര പറയുന്നുണ്ട് ക്ഷമ പറയാൻ തയ്യാറാണെന്ന്. അങ്ങനെ അവസാനം അവർ തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്സരയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ റോക്കിയുടെ ഫാമിലിക്ക് പറഞ്ഞതിനും അതുപോലെ തന്നെ റോക്കി റാസ്കൽ എന്ന് വിളിച്ചതിനും രണ്ടിനും ക്ഷമ ചോദിക്കണം. ഇതേ സമയം റോക്കി ആണെന്നുണ്ടെങ്കിൽ അപ്സരയുടെ വീട്ടുകാരെ പറഞ്ഞതിന് ക്ഷമ ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവസാനം അവർ പരസ്പരം ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ യമുന ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതായത് റോക്കി പറഞ്ഞുകൊണ്ട് മാത്രമാ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയത്, അപ്സരയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞൊരു രീതിയിൽ യമുനയാണെങ്കിൽ റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഇതുപോലെ റോക്കി ഭക്ഷണം കഴിക്കാതായിരുന്നു ഇത്രയും നേരം ഇരുന്നത്. അതായത് അപ്സരയ്ക്ക് ശിക്ഷ കിട്ടിയതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്നൊരു വാശിയിലായിരുന്നല്ലോ ഇതുപോലെ റോക്കി. അങ്ങനെ തന്നെ റോക്കി പോയി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. കഴിച്ചതിന് ശേഷം അവിടെ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ എന്തൊക്കെയോ തികയാതെ വരുമോ അതിൻ്റെ പേരിൽ മറ്റു സംസാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സിജോയും റോക്കിയും തമ്മിൽ ആ ഒരു എവിടെയോ ബ്രേക്ക് ഇട്ട ആ ഒരു വാക്ക് തർക്കം പിന്നെയും തുടരുകയാണ്. അപ്പോൾ തുടരുന്ന സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നോരോന്ന് പറയുന്നുണ്ട്. ഇതുപോലെ റോക്കി ആണെങ്കിൽ വളരെ മോശമായ ഒരു ആരോപണമാണ് സിജോയ്ക്ക് നേരെ ഉന്നയിച്ചത്. നീ പുറത്തൂക്കി നടക്കുന്നവനല്ലേടാ എന്ന് പറഞ്ഞിങ്ങനെ പ്രശ്നം ഉണ്ടാക്കും. അതിന് മോശമായൊരു വർത്തമാനം തന്നെയായിരുന്നു. അത് സിജോയ്ക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ സിജോ ചോദിക്കുന്നുണ്ട്, നീ എന്തുവാടെ ഈ പറയുന്നതിൻ്റെ മീനിങ് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ റോക്കി ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്നെ എന്തിനു കൊള്ളാടാ, നീ ആണെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്ന കാര്യത്തിന് ക്രെഡിറ്റ് എടുത്ത് തലയിൽ വെക്കാനല്ലേ നിനക്ക് പറ്റത്തുള്ളൂ, നിനക്ക് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സിജോ ചോദിക്കുന്നുണ്ട്, നീ ക്യാപ്റ്റൻ പോലും ആയിട്ടില്ലല്ലോ, നിനക്ക് അതിനു പോലുള്ള കഴിവില്ലല്ലോ, നീ മറ്റുള്ളവരുടെ ഇതിനെവിടെ നടന്നിട്ട് എൻ്റെ കഴിവിനെയാണോ നീ പറയുന്നത്, ഞാൻ നല്ല അന്തസ്സായിട്ട് മത്സരിച്ച് തന്നെയാടാ ക്യാപ്റ്റനായത് എന്ന് പറയാണ്. അപ്പോൾ ഇതുപോലെ റോക്കി ചോദിക്കുന്നുണ്ട്, ഓഹോ നീ അന്തസ്സായിട്ട് മത്സരിച്ചല്ലേ, എന്നിട്ടല്ലേ വന്നതിൻ്റെ മൂന്നാമത്തെ ദിവസം വിട്ടുതരുമോ എന്നൊക്കെ എന്നോട് വന്ന് ചോദിച്ചത്, നിൻ്റെ അന്തസ്സിൻ്റെ കാര്യമൊന്നും പറയണ്ടാടാ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വഷളാവുകയാണ്. പക്ഷേ ഇതേ സമയം ഭക്ഷണമൊന്നും കഴിക്കാത്ത ജിൻഡോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നത്തിൽ കയറി ഇടപെടാതെ അദ്ദേഹത്തിൻ്റെ പാട്ട് നോക്കി അതായത് ഫുഡ് എടുത്തിട്ട് പോയൊരു മൂലയ്ക്ക് നിന്ന് കഴിക്കാൻ, അതായത് കുറേ നേരം ഇതുപോലെ ആ ഒരു പ്രശ്നം തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർ മാറുന്നില്ല എന്ന്
മനസ്സിലാക്കി അവർ തന്നെ തുടർന്നോട്ടെ എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ജിൻഡോ ആ ഒരു രംഗത്ത് നിന്ന് മാറിയിരിക്കുകയാണ്. അങ്ങനെ പ്രശ്നം വീണ്ടും വീണ്ടും വഷളാവുന്ന സമയത്ത് ഇതുപോലെ സിജു ആണെങ്കിൽ നല്ല പോലെ റോക്കിനെ പ്രവോക്ക് ചെയ്യുന്നുണ്ട്. പ്രവോക്ക് ചെയ്ത് റോക്കിനെ ആണെങ്കിൽ സിജു ഇങ്ങനെ കുണുവാവേന്ന് പിടിച്ചിട്ട് പറഞ്ഞിട്ട് അതായത് താടിക്ക് ഇങ്ങനെ കൊട്ടുന്നുണ്ട്. അപ്പം താടിക്ക് കൊട്ടുന്ന സമയത്താണെങ്കിലും റോക്കി ആണെങ്കിൽ ദേഷ്യം വരുവാണ്. ഒന്നാമത് റോക്കിക്ക് കുണുവാവെ അങ്ങനത്തുള്ള വാക്കുകളൊന്നും തീരെ ഇഷ്ടമൊന്നുമല്ല, അങ്ങനെ മോശമായിട്ടുള്ള പ്രയോഗമൊന്നും ഇഷ്ടമല്ല. അപ്പോൾ റോക്കി നല്ലോണം ട്രിഗർ ആവുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സിജോ നീ മര്യാദയ്ക്ക് നിൽക്കണം, എൻ്റെ ദേഹത്ത് തൊട്ടുള്ള കളി വേണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അനുസരിക്കാതെ സിജോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീണ്ടും റോക്കിയുടെ ദേഹത്ത് തൊടുകയാണ്. അപ്പം കൺട്രോൾ പോയിട്ട് ഇതുപോലെ റോക്കി ആണെങ്കിൽ സിജോയുടെ മോന്തക്കിട്ടൊരു അടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നം, അതായത് ഒരിക്കലും റോക്കി അങ്ങനെ ഒരു ആക്ഷൻ ചെയ്യുമെന്ന് ഹൗസിൽ ആരും പ്രതീക്ഷിക്കുന്നു. ഇതൊരു എന്താ പറയുക, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും എന്താ പറയുക വലിയൊരു ഫിസിക്കൽ അസോൾട്ട് സംഭവിക്കുന്നത്. റോക്കിക്ക് കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ബിഗ് ബോസ് ഒരു വാർണിംഗ് കൊടുത്തായിരുന്നു, ഇങ്ങനെ പ്രോപ്പർട്ടി നശിപ്പിക്കരുത്, ഇങ്ങനെ ഒരുപാട് ട്രിഗറായിട്ട് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനെ കുറിച്ച് വാർണിംഗ് കൊടുത്തായിരുന്നു. പക്ഷേ ഇപ്രാവശ്യവും റോക്കി അതേ ഒരു കാര്യം തന്നെ ചെയ്ത് ഇതുപോലെ നമ്മുടെ സിജോനെ അടിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റോക്കിയുടെ ഭാഗത്ത് നല്ല തെറ്റുണ്ട്. കാര്യം റോക്കിയുടെ ആ ഒരു ആങ്കർ ആണെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ചിലപ്പം ഇപ്പം സിജു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു പറയാമായിരുന്നു, പക്ഷെ ഒരിക്കലും ദേഹത്ത് കയറി ഉപദ്രവിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അത് ഒരുപാട് തെറ്റായൊരു കാര്യമായിപ്പോയി. കാര്യം ഒരുപാട് ആദർശം പറഞ്ഞൊരു വ്യക്തിയാണ് റോക്കി. അതായത് ആദ്യ നാളുകളിൽ അദ്ദേഹം ഹൗസിൽ പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഒരിക്കലും ഇത് പുറത്ത് കാണുന്ന ഷോ ആണ്, അപ്പോൾ അതിലൊരിക്കലും കുട്ടികൾ വരെ കാണുന്ന ഷോയിൽ ഒരിക്കലും മോശമായിട്ട് ബിഹേവ് ചെയ്യരുതെന്ന് റോക്കി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റോക്കി ആ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വിപരീതമായാണ് ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതേ സമയം സിജോയുടെ ഭാഗത്തും തെറ്റില്ലെന്ന് ഞാൻ പറയുന്നില്ല. സിജോയുടെ കയ്യിൽ നല്ല മിസ്റ്റേക്ക് ഉണ്ട്. പ്രവോക്ക് ചെയ്യാം എന്നുള്ളതൊരു മൈൻഡ് ഗെയിം ആണെങ്കിൽ കൂടി സിജോ ആണെന്നുണ്ടെങ്കിൽ കയറി റോക്കിൻ്റെ ദേഹത്ത് പിടിക്കും. ഇത് സിജോയുടെ കണ്ണിങ് ആയിട്ടുള്ള ഒരു പ്ലേ ആണെന്ന് 100% ഉറപ്പാണ്. റോക്കിയെ, അതായത് കഴിഞ്ഞ ജാസ്മിൻ വിഷയത്തിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റോക്കിയെ പെട്ടെന്ന് പ്രവോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് പ്രവോക്ക് ചെയ്യാൻ പറ്റുന്ന റോക്കിയെ ഇതുപോലെ സിജോ നല്ലപോലെ ഒന്ന് പ്രവോക്ക് ചെയ്തു. ആ ഒരു കുടിയിൽ ഇതുപോലെ റോക്കി വീഴുകയും ചെയ്തു. റോക്കി ഇങ്ങനെ ഒച്ചയുണ്ടാക്കി ബഹളം ഉണ്ടാക്കി അടിയുണ്ടാക്കി നടക്കുന്നെങ്കിലും എന്താ പറയുക, ഒരുപാട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ഇമോഷൻസ് ആണ് അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്നത് റോക്കിനെ. അപ്പോൾ റോക്കി ആണെന്നുണ്ടെങ്കിൽ ഇമോഷൻസിന് മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷേ സിജോ അതേസമയം ഒരു കണ്ണിങ് പ്ലെയർ ആണ്. കണ്ണിങ് എന്ന് വെച്ചാൽ ഭയങ്കര കണ്ണിങ് പ്ലെയർ ആണ്. സിജോൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു തുടരുതെന്ന് പറഞ്ഞ സമയത്ത് തൊടാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. അപ്പം സിജോ ആണെന്നെങ്കിൽ മനഃപൂർവ്വം റോക്കിനെ കുടിയിലോട്ട് തള്ളിയിട്ടത് തന്നെയാണ്. അപ്പോൾ ഹൗസ് മേറ്റ്സ് ആരും ഇങ്ങനത്തെ ഒരു ഫിസിക്കൽ അസോൾട്ട് വിചാരിക്കുന്നില്ല. അപ്പോൾ തന്നെ ബിഗ് ബോസ് റോക്കിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. റോക്കി അതിനുള്ളിൽ കയറും. അപ്പം ഇമോഷണലി റോക്കി അങ്ങ് ഭയങ്കരമായിട്ടങ്ങ്, കാര്യം റോക്കി ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സമയത്ത് അടിക്കുമെന്ന്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാര്യം പോയതാ. റോക്കി ടോക്സിക് ആണെന്നൊന്നും ഞാൻ പറയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു ഭയങ്കരമായിട്ടൊരു ഷോർട്ട് ടെമ്പേർഡ് ഒരു വ്യക്തി തെറ്റ് തന്നെയാണ് കാണിച്ചത്, ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആ ഒരു സമയത്ത് അയാളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് തന്നെ അയാൾ ഈ ഒരു ഗെയിമിൽ കണ്ടിന്യൂ ചെയ്യാനും അർഹതനല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം മൈൻഡിനെ കൺട്രോൾ ചെയ്യുക, എത്ര പ്രൊവോക്കിംഗ് വന്നാലും പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ റോക്കി കംപ്ലീറ്റ് ആയിട്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ റോക്കി അവിടെ നിന്നിട്ട് കൺഫെഷൻ റൂമിൽ നിന്ന് പൊട്ടി കരയാണ്. 6 വർഷത്തെ എൻ്റെ ഡ്രീമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇതേ സമയം സിജോനെ ചെക്കൊക്കെ ചെയ്യുന്നുണ്ട്. സിജോയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷെ സിജോ ഇതുപോലെ അർജുനെ വിളിച്ച് പുറത്ത് പോയി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ സംസാരത്തിൽ സിജോ പറയുന്നൊരു കാരണം എന്ന് വെച്ചാൽ, റോക്കി അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞങ്ങൾ തമ്മിലുള്ള വാക്ക് തർക്കത്തിന് ശേഷം ഞാൻ തന്നെ പോയി അവനോട് ക്ഷമ ചോദിച്ചേനെ, അവൻ എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു, ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സിജോ ന്യായീകരിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ഇതുപോലെ എല്ലാവരെയും വിളിക്കുന്ന സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് റോക്കി ചെയ്തതൊരു വലിയ തെറ്റ് തന്നെയാണ്, അപ്പോൾ റോക്കിക്കെതിരെയുള്ള ഒരു നിയമ നടപടി എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിനിടയിൽ സിജോ കയറി പറയുന്നുണ്ട്
അതായത് റോക്കിയോട് എനിക്കൊരു കുഴപ്പവുമില്ല, ഒരു സുഹൃത്തുക്കൾ തമ്മിലുള്ള അടിയായി കണ്ട് ഇത് ബിഗ് ബോസ് ക്ഷമിക്കണം എന്നാണ് സിജോ പറയുന്നത്. പക്ഷേ അങ്ങനൊരു കാര്യം ബിഗ് ബോസിന് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ സിജോ മാത്രമല്ല ഒരു മത്സരാർത്ഥിയായിട്ടുള്ളത്. ഇപ്പം റോക്കി 2 പ്രാവശ്യം ഇങ്ങനത്തെ ആ ഒരു കാര്യം ചെയ്തത് കൊണ്ട് തന്നെ പിന്നീട് ഒരു പ്രാവശ്യം കൂടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഇനി ഹൗസിലുള്ള വേറെ ആർക്കെങ്കിലും ഇതുപോലെ റോക്കിയുടെ ഭാഗത്ത് നിന്ന് ഒരു അടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പെടാൻ പോകുന്നത് ബിഗ് ബോസ് ആണ്. അതുകൊണ്ട് തന്നെ സിജോ പറഞ്ഞത് കൊണ്ട് മാത്രം റോക്കിനെ അവിടെ നിലനിർത്താൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിജോ ഇത് 100% ആത്മാർത്ഥതയോടെ റോക്കി ഹൗസിൽ നിൽക്കണം എന്ന് വിചാരിച്ച് പറഞ്ഞതായിട്ടും എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അതുപോലെ തന്നെ അതും സിജോയുടെ ഒരു ഗെയിം ആണോ എന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം റോക്കി ഇത്ര ഒരു എക്സ്ട്രീം ലെവൽ ആ ഒരു ടെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സിജോ വഹിച്ച ആ ഒരു പങ്ക് ചെറുതൊന്നുമല്ല. നല്ലതുപോലെ ട്രിഗർ ചെയ്തിട്ടാണ് റോക്കിനെ ന്യായീകരിക്കുന്നുമല്ല, എന്നാലും നല്ലപോലെ ആ ഒരു മാനേജ്മെന്റ് കപ്പാസിറ്റി ഇതുപോലെ റോക്കി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്ര പ്രശ്നം ഒരുപാട് വഷളായി പോയത്. അപ്പോൾ സിജു അങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം ബിഗ് ബോസ് ഇങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കൺഫെഷൻ റൂമിലിരുന്ന് റോക്കിയോട് പറയുകയാണ്, ഇതുപോലെ നിങ്ങൾ ഗുരുതരമായ നിയമലംഘനമാണ് കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഹൗസിൽ നിന്ന് വാതിൽ വഴി പുറത്തിറങ്ങണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നു. മറ്റൊരു നല്ല മത്സരാർത്ഥി കൂടെയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും സിജോൻ്റെ അത്ര നല്ല പ്ലെയർ അല്ല. സിജോ ഇന്ന് കളിച്ചതൊരു ബ്രില്യൻ ഗെയിം എന്ന് തന്നെ പറയാം. അപ്പം എന്താ പറയുക, ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ റോക്കിയാണോ അതോ സിജോയാണോ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി മറ്റാരെങ്കിലും ആണോ സപ്പോർട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പം നാളത്തെ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ എല്ലാ ലൈവ് അപ്ഡേറ്റ്സും അപ്പം തന്നെ ലഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.